ഹായ് ഓൾ. ചൊവ്വാഴ്ച നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അല്ലേ? ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോ, അതായത് നമ്മൾ സേവ് ചെയ്ത് വെച്ച പൈസനെ കൊണ്ട് വാങ്ങിച്ച സ്റ്റോക്കുകൾ ചില സമയത്ത് വൻ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇലക്ഷൻ റിസൾട്ടിനനുസരിച്ചിട്ട് വലിയ മൂവ്മെന്റുകൾ ചിലപ്പോൾ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് വരാം. ഇതുവരെ എക്സിറ്റ് പോളിന്റെ പ്രവചന പ്രകാരമാണെങ്കിൽ ഒരു 350 മുകളിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എപ്പോഴും എക്സിറ്റ് പോളുകൾ ശരിയായിട്ടില്ല. എക്സിറ്റ് പോൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ പിടിയാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ സ്റ്റോക്ക്, നമ്മൾ വാങ്ങിച്ചു വെച്ച സ്റ്റോക്കിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ? അത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മളെ സ്റ്റോക്കുകൾ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തം അല്ലേ? അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അത് വിവിധ ക്യാപിറ്റലുള്ള ആളുകൾക്ക്, അത് 5 ലക്ഷം വരെയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യണം, അതിന് മുകളിൽ 15 ലക്ഷം വരെയുള്ളവർ എങ്ങനെ ചെയ്യണം, അതിന് മുകളിലുള്ളവർ എങ്ങനെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നാളെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം മറ്റന്നാളാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. തലേ ദിവസം നമ്മൾ അതിനൊരു കരുതൽ എടുത്തു വെച്ചാൽ മതി. പക്ഷെ നാളത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഏതായാലും എക്സിറ്റ് പോൾ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ വലിയ മൂവ്മെന്റുകൾ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് നാളെ തന്നെ. അതായത് റീറ്റെയിലേഴ്സ് ആയിരിക്കും അധികം അതിൽ മൂവ്മെന്റുകൾ ഉണ്ടാക്കുന്നത്. കാരണം വലിയ പ്ലേയേഴ്സ് അതിൽ കളിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമുക്ക് നാളത്തെ ഒരു മൂവ്മെന്റ് ഈവനിങ് വരെ നോക്കിയിട്ടുള്ള ഒരു പരിപാടി, ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന തീരുമാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ എടുക്കാം. അതിന് വേണ്ട സ്ട്രാറ്റജി ഞാനിപ്പോൾ പറഞ്ഞുതരാം. പിന്നീട് എക്സിറ്റ് പോളിൽ എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാ വെച്ചാൽ നമുക്ക് ഭരണത്തിൽ വരുന്ന സമയത്ത് എത്ര ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് എൻ ഡി എ ഭരണത്തിൽ വരുന്നത് 350 സീറ്റിന് മുകളിലാണെന്ന് പറയുന്നത് എക്സിറ്റ് പോൾ പ്രകാരം. അതുപോലെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തെല്ലാം മൂവ്മെന്റുകൾ ഉണ്ടാവാം. അത് 270 അല്ലെങ്കിൽ 290 സീറ്റ് വരെ ഒരു കഷ്ടിച്ചൊരു ഭരണത്തിൽ വരാൻ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എങ്കിൽ മാർക്കറ്റിനെ അത് എങ്ങനെ ബാധിക്കാം? അഥവാ എൻ ഡി എ ഒരു തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ ബാധിക്കാം? ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇലക്ഷൻ റിസൾട്ടിനനുസരിച്ച് നമുക്കൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും നമുക്ക് പുതിയ ട്രേഡുകൾ എടുക്കാനും നമുക്ക് അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഡിസ്കഷനാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം നല്ലൊരു അറിവ് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. ഓക്കെ. വിവിധ ക്യാപിറ്റലുകളിലുള്ള ആളുകൾ എങ്ങനെ നമ്മൾ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഒരു 15 ലക്ഷത്തിൽ കൂടുതൽ ക്യാപിറ്റലിലുള്ള ആളുകൾ എപ്പോഴും നല്ലത് എന്താ വെച്ചാൽ ഒരു പി ബൈ ചെയ്ത് വെക്കുന്നതാണ്. അതായത് നാളെ ഇപ്പം എന്തായാലും ഇപ്പം എക്സിറ്റ് പോൾ വന്നു, 350 നിമിത്തം എൻ ഡി എക്ക് ഭൂരിപക്ഷം കൊടുത്തു. അപ്പം എന്താ നാളെ റീറ്റെയിലേഴ്സ് കൂടുതലായിട്ട് ബൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ മാർക്കറ്റ് നന്നായിട്ട് മുകളിലേക്ക് പോകും അല്ലേ? നേരെ മറ്റന്നാൾ എന്തെങ്കിലും ഒരു തിരിച്ചാണ് വിധി വരുന്നതെങ്കിൽ അത് എക്സിറ്റ് പോൾ നമുക്ക് ഒരിക്കലും 100% വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എക്സിറ്റ് പോളിനെ പറ്റി പറയാറുണ്ട്. എന്തായാലും എക്സിറ്റ് പോളിന് മുമ്പത്തെ പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. അങ്ങനെ തെറ്റിപ്പോയാൽ നമ്മളെ ക്യാപിറ്റലിൽ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഇപ്പൊ നാളെ മുകളിലേക്ക് പോകുന്ന റാലി പോയിക്കോട്ടെ, ഒരു 1000-1500 റാലി നമുക്ക് 10-15 ലക്ഷം ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു റാലി നമുക്ക് കിട്ടും. അത് കിട്ടി നമ്മൾ 2 മണിക്ക് ശേഷം, അതായത് 1 മണി 2 മണി ആയിട്ടാകുമ്പോൾ നമ്മൾ ഒരു പി അങ്ങോട്ട് ബൈ ചെയ്ത് വെക്കാം. ഈ ആഴ്ച, അതായത് നെക്സ്റ്റ് വരുന്ന എക്സ്പയരിയോ അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയരിയാ ബൈ ചെയ്യുന്നതെങ്കിൽ കുറച്ച് പൈസ കൂടുതലായിരിക്കും പിക്ക്. അപ്പോൾ എന്തേ കുറച്ച് ദൂരത്ത് പോയിട്ട് ഒന്ന് സെല്ല് ചെയ്തിടാം. നമ്മളിപ്പോൾ 500 ആയിട്ടാണ് നമ്മൾ പി ബൈ ചെയ്യുന്ന പ്രൈസ് എങ്കിൽ നമുക്ക് അത്ര നഷ്ടപ്പെടാൻ പറ്റൂല. 500 ഇൻറ്റു 225 ലോട്ട് സൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് താഴത്തായിട്ട് 200ന്റെ പി സെല്ലും ചെയ്യാം. അപ്പോൾ നമുക്ക് 300 ആയിരിക്കും നമുക്ക് നഷ്ടം വരുന്നത്. 500 ബൈ ചെയ്ത് 200 സെല്ല് ചെയ്ത് അപ്പോൾ 300 നമുക്ക് നഷ്ടം വരുന്നത് മാക്സിമം പോയാൽ. ഒരു 15 ലക്ഷം ക്യാപിറ്റലിൽ ഒരാൾക്ക് അത്ര നഷ്ടം വന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് 1, 2, 3 പി ബൈ ചെയ്തിടാം. ഓക്കെ, അതിനനുസരിച്ച് മടങ്ങ് പി ഇപ്പുറത്ത് സെല്ലും ചെയ്തിടാം കുറച്ച് ദൂരത്തായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് അത് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. മറ്റന്നാളാകുമ്പോഴേക്ക് നമ്മൾ ബൈ ചെയ്ത് പൂർണ്ണമായിട്ടും 500 ഇല്ലാതാകുന്നില്ല. ചെറിയൊരു റിട്ടേൺ എന്തായാലും കിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയാലും. അപ്പൊ എന്തായാലും നാളെ 2 മണിക്ക് ശേഷം വലിയൊരു ക്യാപിറ്റലിൽ ഒരാൾ പി ബൈ ചെയ്തിട്ട് ക്യാപിറ്റലിന് നമ്മളെ പോർട്ട്ഫോളിയോനെ ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. 10നും 5 ലക്ഷത്തിന് ഇടയിലുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും പി ബൈ ചെയ്യുമ്പോൾ സെല്ലും ചെയ്യണം. കാരണം എന്താ വെച്ചെങ്കിൽ അഥവാ മുകളിലേക്ക് പോയാൽ വലിയൊരു നഷ്ടം നമുക്ക് ഓപ്ഷനിൽ വരുത്തേണ്ട കാര്യമില്ല. കാരണം വലിയൊരു മാറ്റം വരാൻ വേണ്ടി സാധ്യതയില്ല. അപ്പം നമുക്ക് ചെറിയൊരു നഷ്ടത്തിൽ നിന്ന് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടിയാൽ മതി. അതുകൊണ്ട് അങ്ങനെ ബൈ ചെയ്തിട്ട് വെക്കാം. അത് 5 ലക്ഷത്തിൽ താഴെയുള്ള ആളുകളാണ് നമ്മളെ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ ചെറിയൊരു നഷ്ടം, ലാഭം വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാഭം കിട്ടണം അല്ലേ? അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഒരു 400 പി വരുന്നത് ഒന്ന്, അതായത് ഈ ആഴ്ചത്തെ അടുത്തത് 400 രൂപയൊക്കെ വരുന്നത് പിയിൽ 400, 300 ഒക്കെ വരുന്നത് നമ്മൾ ബൈ ചെയ്തു എന്ന് വിചാരിച്ചോ. അതിന്റെ പകുതിയിലധികം വരുന്നത് ഒരു 400 250 ഒക്കെ വരുന്നത് നമ്മൾ 2 ലോട്ട് സെല്ല് ചെയ്യും. 400 ഒരു ലോട്ട് ബൈ ചെയ്തു, 250 2 ലോട്ട് സെല്ല് ചെയ്തു. അതിന് തൊട്ട് താഴെയില്ല പി ഏതാണോ വരുന്നത് അത് നമ്മൾ 1 ലോട്ട് ബൈ ചെയ്യുന്നു. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം, ഒരു 400, 500 എത്ര വെച്ചാൽ നിങ്ങളെ ഏകദേശം ലെവൽ ഉണ്ടാവില്ല, ആ ലെവലിനടുത്തുള്ള ഒരു പി നമ്മൾ ബൈ ചെയ്യുന്നു. അടുത്ത മണിക്ക് കുറച്ച് താഴെയിലെ പി നമ്മൾ ബൈ ചെയ്യുന്നു.
അതിനുശേഷം അതിന്റെ പകുതി വാല്യൂ വരുന്നതിന്റെ കുറച്ച് മുകളിലുള്ള 2 പി സെല് ചെയ്യുന്നു. അതിന്റെ തൊട്ടടുത്ത സ്ട്രൈക്ക് ഇപ്പൊ നമ്മൾ സെല് ചെയ്തത് ഒരു 500 ആണെങ്കിൽ ഒരു 20,000 ഏകദേശം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. നമ്മൾ ചാർട്ടിൽ സൈഡിനെ കാണിച്ചു തരാം. ഏകദേശം ഒരു സ്ട്രാറ്റജി ഞാൻ കാണിച്ചു തരാം. അത് ഒരു 20,000 ഓക്കെ, നമ്മൾ ഉദ്ദേശം 21,500 നമ്മൾ 2 ലോട്ട് സെല് ചെയ്ത് വിചാരിച്ചോ. അപ്പൊ 21,450 50 പോയിന്റ് വിട്ടിട്ട് നമ്മൾ 1 ലോട്ട് ബൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ നഷ്ടം വരുന്നത് വളരെ കുറവായിരിക്കും. ലാഭം കിട്ടുകയാണെങ്കിൽ ഒരു 3,000 രൂപ വരെ ലാഭം കിട്ടും. ഒരു ലോട്ടിൽ 2,500 3,000 രൂപ വരെ ലാഭം കിട്ടുകയും ചെയ്യും. നഷ്ടം വരികയാണെങ്കിൽ ഒരു 1,000 താഴെ, 700 800 1000 താഴെ മാത്രമേ നമുക്ക് നഷ്ടം വരുവാൻ സാധ്യതയുള്ളൂ. നഷ്ടം വന്നത് അതെന്താ വെച്ചാൽ നമ്മളെ ക്യാപിറ്റൽ നമ്മളെ ഒരു പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ആ നഷ്ടം സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഇൻഷുറൻസ് എന്ന രീതിയിൽ അത് എടുത്ത് വെച്ചിരിക്കണം നാളെ. കാരണം മറ്റന്നാൾ എന്ത് സംഭവിക്കുന്ന അറിയാം. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഓൾറെഡി നാളെ എടുക്കാൻ പോകുന്ന ട്രേഡ് ആയത്. കാരണം എനിക്കൊരു 10 ലക്ഷത്തിന് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ക്യാപിറ്റൽ ഞാൻ ഒരു പി ബൈ ചെയ്യുന്നുണ്ട്, ഒരു പി സെല് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ലോട്ടായിട്ട് എടുത്ത് വെക്കാനുള്ളൊരു കാൽക്കുലേഷനാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഏകദേശം വിചാരിച്ചു. അപ്പം മറ്റന്നാൾ നല്ലൊരു റിസൾട്ട് തന്നെ വന്നു. മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പി സെല് ചെയ്തത് ഒന്നും കൂടി കയറ്റി വെക്കാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു നഷ്ടം ഉണ്ടല്ലേ, ഒന്നും നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം വലിയ നഷ്ടമൊന്നും ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പി സെല് ചെയ്ത് ഒന്നും കൂടി കയറ്റി വെക്കുകയോ എക്സ്ട്രാ ലോട്ട് സെല് ചെയ്തിട്ടോ നമുക്കത് നഷ്ടം വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നികത്തി എടുക്കാൻ വേണ്ടി പറ്റില്ല. ട്രേഡിംഗ് അനുസരിച്ച് ചെയ്യാം. അല്ലാത്തവർക്ക് ഒന്ന് ചെയ്യാൻ അറിയാത്ത ആളുകളാണ് എന്ത് ചെയ്യാം, പറ്റുന്നവർ കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് എക്സിറ്റ് പോൾ പറഞ്ഞ പോലെ തന്നെ 350 മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തേക്ക് നമ്മളെ ഓപ്ഷനിലെ ട്രേഡിങ് എക്സിറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓപ്ഷനിൽ മാത്രം ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർ അവരെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇതിപ്പോൾ എങ്ങനെ പോകും, നാളെ എന്തായാലും അപ് ട്രെൻഡ് തന്നെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഒരു മുകളിലേക്ക് തന്നെ പോകും, റാലി ഉണ്ടാവും. അപ്പോൾ ഇത് മറ്റന്നാളത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതെന്നാണ് പൊതുവേ എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും നാളെയും മറ്റന്നാളും ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നില്ല. എൻ്റെ അതായത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ട്രേഡ് മാത്രമേ ഞാൻ നാളെയും മറ്റന്നാളും എടുക്കുന്നുള്ളൂ. പിന്നീട് എക്സിറ്റ് പോളിന്റെ വിഷയം നമ്മൾ പറഞ്ഞു. പിന്നെ ബി ജെ പിയുടെ വിജയം എന്ന് പറഞ്ഞാൽ 300, അതായത് NDA സഖ്യത്തിന്റെ വിജയം 350 മുകളിലാണെന്ന് എക്സിറ്റ് പോൾ പറയുന്നത് അല്ലേ. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് റാലി മുകളിലേക്ക് നടത്തും. ആ റാലിക്ക് എത്രമാത്രം ബലം ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാരണം ഓൾറെഡി നിഫ്റ്റി മുമ്പേ, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുമ്പേ BJP യുടെ വിജയം കണ്ടുകൊണ്ട് ഒരു റാലി കഴിഞ്ഞു അല്ലേ. അതിനുശേഷം ആ റാലി, അതായത് വിജയം പ്രഖ്യാപിച്ചു മറ്റന്നാൾ ചൊവ്വാഴ്ച. ആ സമയത്ത് എന്ത് സംഭവിക്കും, വീണ്ടും പോയി ചെറിയൊരു റാലി നടത്തും അല്ലേ. പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയില്ലേ. ഓൾറെഡി ഇപ്പം നിഫ്റ്റിയുടെ വാല്യൂ കുറച്ച് ഹൈ ആണ്, നമ്മുടെ മാർക്കറ്റ് മൊത്തം വാല്യൂ കുറച്ച് ഹൈ ആണ്. ഓൾറെഡി ചെറിയൊരു കറക്ഷൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു റാലി മുകളിലേക്ക് നടത്തി കഴിഞ്ഞാൽ ചെറിയൊരു കറക്ഷൻ വരുന്ന സാധ്യതയുണ്ട്. ആ കറക്ഷൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ എന്താ വെച്ചാൽ ചെയ്യാം. അല്ല നമുക്ക് അത്രമാത്രം ആക്യുറസി ഉള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ബൈ ചെയ്ത് വെക്കാം. റിസൾട്ടിനെ പറ്റി അത്രമാത്രം അറിവുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഒരു കറക്ഷൻ വരുന്ന സമയത്ത് പുതിയ സ്റ്റോക്കുകൾ ബൈ ചെയ്യോ എന്താ വെച്ച്. കാരണം ഇനി 350 സീറ്റിന് മുകളിൽ NDA അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വികസനങ്ങൾ ഇതേപോലെ തന്നെ ആയിരിക്കും പോവുക. അവിടെ മാർക്കറ്റ് മുകളിലേക്കേ പോവുള്ളൂ. പെട്ടെന്നൊരു വലിയൊരു ഡൗൺ സൈഡിലേക്ക് ആരും പ്രതീക്ഷിക്കേണ്ട. ചെറിയൊരു കറക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ബൈ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് ഒരു സിനാരിയോ വെച്ചെങ്കിൽ BJP ഒരു 290 സീറ്റ്, അതായത് ഒരു കേവല ഭൂരിപക്ഷത്തെ ഏകദേശം അടുത്ത് നിൽക്കുന്ന സീറ്റിലാണ് BJP വന്നതെങ്കിൽ മുമ്പ് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കുറവാണല്ലേ. ആ സമയത്ത് മാർക്കറ്റിന് ഒരു പാനിക് ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ചയോളം മാർക്കറ്റ് പല മൂവ്മെന്റുകൾ നടത്തും. കുറച്ച് മുകളിലേക്കും കുറച്ച് താഴേക്കും അങ്ങനെയൊക്കെ ആയിട്ട് മൂവ്മെന്റുകൾ നടത്തിയിട്ട് ഒരു സ്റ്റേബിൾ ആവും. ആ സ്റ്റേബിൾ ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷൻ സെല്ലേഴ്സ് ബാക്കിയുള്ളവർക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലായാൽ ട്രേഡ് എടുക്കാവുന്നതാണ് ഓപ്ഷൻ ബൈയേഴ്സിന്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, പുതുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നിൽക്കണ്ട. അതൊന്ന് കൂളാവട്ടെ. മാർക്കറ്റ് ഒന്ന് കൂളായ ശേഷം പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താം. പുതിയ ഇതിന്റെ ഗവൺമെന്റ് വന്ന ശേഷം എന്തെങ്കിലും അവരെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താം. പിന്നീട് മറ്റൊരു സിനാരിയോ വെച്ചെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. മറ്റന്നാൾ വരുന്ന, അതായത് ചൊവ്വാഴ്ച വരുന്ന ഇലക്ഷൻ റിസൾട്ടിൽ ഈ പറഞ്ഞ നമ്മളെ എക്സിറ്റ് പോൾ പറഞ്ഞൊക്കെ തെറ്റിക്കൊണ്ട് ആയിരിക്കും കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ, അഥവാ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാലും രണ്ടും ഏകദേശം ഒരേ അവസ്ഥ തന്നെയാണ്. ഏത് സംഭവിച്ചാലും മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ ഉണ്ടാവും. ആ കറക്ഷൻ നമ്മൾ മുൻകൂട്ടി കാണാൻ തന്നെ വേണം. കാരണം ഇത്രയും ലക്ഷക്കണക്കിനൊക്കെ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസയാണ് നമ്മൾ ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ പൈസ വെറുതെ കൊണ്ട് കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ചെറിയൊരു ഇൻഷുറൻസ് എല്ലാവരും എടുത്തേ പറ്റുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ഇൻഷുറൻസിന് തുക നമ്മൾ പോക്കറ്റിന് എടുത്ത് കൊടുക്കുന്നു. അത് വെച്ച് നമ്മളെ പോർട്ട്ഫോളിയോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നു. അത് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അപ്പം എന്തൊക്കെ മറ്റന്നാൾ അങ്ങനത്തെ അവസ്ഥ വന്നാൽ, വരാണ്ടിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ സേവ് ചെയ്യും അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് 290, അതായത് കേവല ഭൂരിപക്ഷം ആർക്കും കിട്ടാതെ കണ്ട് തൂക്ക് മന്ത്രിസഭ വന്നാൽ മാർക്കറ്റ് നന്നായിട്ട് ഇടിയും.
ഏതാണ്ട് NDA അധികാരത്തിൽ വരുന്ന ആ സമയത്ത് മാർക്കറ്റ് എവിടെ ഉണ്ടായത് അവിടം വരെയൊക്കെ മാർക്കറ്റ് ഇടിയാൻ വളരെയധികം സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. വിറ്റ് ഒഴിയാൻ പറ്റും, കുറച്ചൊക്കെ വിറ്റ് ഒഴിഞ്ഞിട്ട് താഴത്തെ ലെവലിൽ വന്നിട്ടാകുമ്പോൾ വീണ്ടും വാങ്ങിക്കുന്നത് നല്ലത്. അവർ നല്ലൊരു താഴെ ലെവലിലേക്ക് എത്തുന്ന കണക്ക് വീണ്ടും ബൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നല്ലത്. നമുക്ക് PE കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചിട്ട് മാർക്കറ്റ് പഴയ ലെവലിലേക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലിലേക്ക്, അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ചാർട്ടിൽ കാണിച്ചു തരാം. ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നന്നായിട്ട് താഴെ വന്നിട്ട് ഒരു കൂളാവും. മാർക്കറ്റ് എന്തായാലും ഇടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സൈഡ് വേസ് മൂവ്മെന്റ് നടത്തും എന്ത് പറഞ്ഞാൽ. ആ സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോർട്ട്ഫോളിയോ ഒന്നും കൂടി ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു നമ്മളെ എക്സിറ്റ് പോളിന്റെ ഒരു പ്രവചനം മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് വലിയൊരു മണ്ടത്തരാണെന്ന് ഞാൻ പറയും. കാരണം പലപ്പോഴും തെറ്റിയിട്ടുണ്ട് ഇത്. അതുകൊണ്ട് തന്നെ ഈ 3 രീതിയിൽ നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ സൈഡിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ പോർട്ട്ഫോളിയോ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കഷൻ നടത്തിയപ്പോൾ അധികം ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ പുതുതായിട്ട് നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കണ്ടീഷനിൽ ഒരു പുതിയ സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ നിൽക്കണ്ട എന്നതാണ് എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ വന്നിരിക്കുന്നത്. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ചൊവ്വാഴ്ച റിസൾട്ട് വന്നിട്ട് നല്ല റിസൾട്ടാണ്, നമുക്ക് ഓൺ ദി സ്പോട്ടിൽ അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് നടത്താവുന്നതാണ്. 50% ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് നടത്താം. പിന്നീട് മാർക്കറ്റ് ഒന്ന് കൂളായി ഡൗണിലേക്ക് വന്നപ്പോൾ ബാക്കി 50% ഉപയോഗിക്കാം. അതോ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് പിന്നെ നോക്കേണ്ട കാര്യം, തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യേണ്ട. മാർക്കറ്റ് താഴെ വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം, പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്നുള്ളതാണ് നമ്മൾ ഏകദേശം ധാരണയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പോൾ ഉള്ള പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. നാളെ ആ ട്രേഡ് ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1.5-2 മണിക്കുള്ളിൽ ആ ട്രേഡ് എല്ലാവരും നമ്മുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നതാണ്. മൊത്തത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തിയാടി നമ്മളൊന്നും ചെയ്യേണ്ട. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ള ക്യാപിറ്റൽ നമ്മളെ പൈസ മണിയായിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് തൽക്കാലം മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി വരണ്ട എന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടൊരു ഒപ്പീനിയൻ. പിന്നീടുള്ളത് എന്താ വെച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ ഇല്ല ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡുകൾ എടുത്തിട്ട്, ഓപ്ഷൻ ട്രേഡ് അറിയാവുന്ന ആളുകൾ, അറിയില്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജി എന്താ വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാവും 3 സ്ട്രാറ്റജി ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതാണ് കൂളായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അഥവാ അതിനും ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ചെറിയ വാങ്ങിയിട്ട് വലിയൊരു പ്രോഫിറ്റിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു 30%, 40% സെല്ല് ചെയ്തിട്ട് നാളെ ഒരു നല്ലൊരു റാലി നടത്തുമല്ലോ ഏതായാലും മാർക്കറ്റ്. ആ സമയത്ത് നിങ്ങളുടെ നല്ല ലാഭത്തിൽ 40% സെല്ല് ചെയ്ത് 40% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും മാർക്കറ്റ് ഒന്ന് കൂൾ ഓഫ് ആവും. ആ സമയത്ത് ബാക്കി ഇൻവെസ്റ്റ് ചെയ്യാം. 60% ആണെന്ന് നോക്കുക. 60% മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി. എല്ലാത്തിനും കൊടുക്കണം. 40% ലാഭം എടുത്ത് മാറിയിട്ട് ഞാൻ 15 ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു 5 ലക്ഷം എടുത്ത് മാറുന്ന ആളാണ്. ബാക്കി 10 ലക്ഷത്തിൻ്റെ ഉൾപ്പേര് ഞാൻ ബാക്കിയുള്ളതിന് ഞാൻ എൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഞാനൊരു 3-1 ഞാൻ നാളെ എക്സിറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ല പ്രോഫിറ്റുള്ള സ്റ്റോക്കുകളെല്ലാം ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒരു 60% മാത്രം ബാക്കി വെച്ചാൽ മതി എന്നാണ് ഒരു ഒപ്പീനിയൻ. അതിലേതെങ്കിലും രീതി നിങ്ങളൊന്ന് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നാളത്തെ എക്സിറ്റ് പോളിനെ മാത്രം വിശ്വസിച്ച് നിന്നാൽ ചിലപ്പോൾ ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. അഥവാ തിരിച്ചായാലും ഈ എക്സിറ്റ് പോളിൻ്റെ പ്രകാരം തന്നെ വന്നാലും വലിയ റാലിയൊന്നും മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി റാലി നടത്തിയതാണ്. റാലി നടത്തിയാൽ അതൊന്ന് കൂൾ ഓഫ് ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ പറയാൻ പുതുതായിട്ട് വന്ന ട്രേഡേഴ്സിനോടാണ്. ഓപ്ഷൻ മാത്രം ചെയ്യുന്ന കുറേ ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ, പുതുതായിട്ട് വന്നവർ. അവർ ജസ്റ്റ് മാർക്കറ്റ് മാറി നിൽക്കുന്നതാണ് ലാഭം. അല്ലെങ്കിൽ ഓപ്ഷൻ ബയ്യേഴ്സ് ആണ് അല്ലേ. ഓപ്ഷൻ ബയ്യേഴ്സ് ആണ് ലിമിറ്റഡ് ആയിരിക്കും. ലോട്ട് സൈസ് കുറക്കുക. അത് 10 ലോട്ടിന് 20 ലോട്ടിനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ 3 ലോട്ടോ 4 ലോട്ടോ മാത്രം ചെയ്യുക. മാക്സിമം 1 ലോട്ടിലേക്ക് കുറക്കുക. അത്രയും ക്യാപിറ്റൽ ഉള്ളവർ മാത്രം ചെയ്യുക. അല്ലാത്തവർ, അതായത് 1 ലക്ഷം ഉണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് ഞങ്ങളൊക്കെ സാധാരണ 1 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് ഓപ്ഷൻ ബൈ ചെയ്യുക. ബാക്കിയുള്ളതിൽ ഒരു 80% 80,000 രൂപയുടെ ഓപ്ഷൻ സെല്ലും ചെയ്യും. 10-15,000 രൂപ നമ്മൾ സേവ് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അവിടെ വെക്കുകയും ചെയ്യും. ഒരു റിസർവ് ഫണ്ടായിട്ട് അവിടെ വെക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ലോട്ട് സൈസ് കുറച്ച് ചെയ്യുക. ഇത് മാക്സിമം മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്. നല്ലൊരു ഡയറക്ഷൻ കിട്ടി. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചാർട്ടൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നല്ലൊരു മൂവ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്യുക. പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്ഷൻ ബയ്യേഴ്സ് നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ പിന്നെയും കുഴപ്പമില്ല, മറ്റന്നാൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ, മറ്റന്നാൾ വിക്സ് പെട്ടെന്ന് ഡൗൺ ആവും. മറ്റന്നാൾ അതായത് ചൊവ്വാഴ്ച ഇലക്ഷൻ റിസൾട്ടിന്റെ സമയത്ത് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോളൂ. മറ്റന്നാൾ വിക്സ് ചിലപ്പോൾ പെട്ടെന്ന് ഡൗണോ, അപ്പം നിങ്ങൾ വാങ്ങിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല.
ഓക്കെ, നിങ്ങൾ മാർക്കറ്റ് അതേ ഡയറക്ഷൻ മൂവ് ചെയ്ത് നിങ്ങൾ വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. ഓപ്ഷൻ സെല്ലേഴ്സിനായിരിക്കും സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്ര സമയത്ത് നിങ്ങൾ ഡയറക്ഷനിലേക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഡയറക്ഷൻ ഇപ്പം അപ്വേഡ് ആണെങ്കിൽ നിങ്ങൾ പി സെല്ല് ചെയ്യുക. അതായത് ഡൗൺ സൈഡ് പോകുന്നതാണ് നിങ്ങളെ വ്യൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോള് സെല്ല് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാലും തിരിച്ചു വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു നമ്മളെ വിക്സ് ഡൗൺ ആകുമ്പോൾ ഒരു പ്രോഫിറ്റും കൂടി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മറ്റന്നാൾ ഓപ്ഷൻ ബയ്യേഴ്സ് ഇറങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടി അപ്പം തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വളരെ ക്വിക്ക് ആയിക്കണം. നാളെ അത്ര വിക്സ് ഡൗൺ ആവാൻ സാധ്യത കുറവാണ് എങ്കിലും നോക്കാം നമുക്ക്. നാളെയും ഓപ്ഷൻ ബയ്യേഴ്സ് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഓപ്ഷൻ സെല്ലേഴ്സ് ആയാലും ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും എടുത്തു വെക്കരുത്. യാതൊരു കാരണവശാലും ഓവർനൈറ്റ് ഇല്ല. അഥവാ അത്ര നിർബന്ധമാണെങ്കിൽ വളരെ അടുത്ത് ഹെഡ്ജ് ചെയ്തിട്ട്, അതായത് സെല്ല് ഏരിയയിൽ 200 പോയിന്റിന് ഒക്കെ അടുത്ത് നല്ലൊരു ഹെഡ്ജ് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ പൊസിഷൻ മറ്റന്നാളത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാളെ ഇൻട്രാഡേ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നോക്കാം, ചെറിയ ക്യാപിറ്റൽ ഇട്ടിട്ട്. ഏതായാലും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യാൻ ഓപ്ഷൻ സെല്ലിങ് മാത്രം ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓക്കെ.